ഇസ്രായേലിനെതിരെ അറബ് ലോകം ഒന്നിക്കുമോ? ഇസ്രായേൽ ആക്രമണത്തിന് മറുപടി നൽകാൻ ഖത്തർ ഒരുങ്ങുന്നു എന്നാണ് ഏറ്റവും പുതിയ സൂചനയായി പുറത്തുവരുന്നത്. കാരണം ഇന്ന് ഖത്തർ പ്രധാനപ്പെട്ട യോഗം വിളിച്ചിരിക്കുകയാണ്. ദോഹയിൽ അറബ് ഇസ്ലാമിക് അടിയന്തര ഉച്ചകോടി സംഘടിപ്പിക്കാനാണ് തീരുമാനം. ഹമാസ് നേതാക്കൾ ലക്ഷ്യമിട്ട് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തോട് ഏത് രീതിയിൽ തിരിച്ചടിക്കണമെന്ന് തീരുമാനിക്കാനാണ് ഉച്ചകോടി. ഇതിനിടെ യമനിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ മരണസംഖ്യ ഉയരുകയാണ്. 35 പേർ കൊല്ലപ്പെട്ടു, 131 പേർക്ക് പരിക്കേറ്റു. സനയിലും അൽജാഫ് ഗവേണറ്റിലും ആക്രമണമുണ്ടായി എന്ന സൂചനകൾ കൂടി പുറത്തു വരുന്നുണ്ട്. പക്ഷേ അപ്പോഴും ഈ ആക്രമണം തുടരുമെന്ന സൂചനകൾ തന്നെ ഇസ്രായേൽ നൽകുന്നുണ്ട്. ഹമാസ് നേതാക്കളെ വീണ്ടും ലക്ഷ്യമിടുമെന്നാണ് ഇസ്രായേൽ വ്യക്തമാക്കുന്നത്. അജയ് സുധാ ബിജു ശരിയാണ്. അജയ് സുധാ ബിജു, ഇപ്പോൾ ഏറ്റവും പുതിയ വിവരമനുസരിച്ച് ഈ അറബ് ലോകത്തിൻ്റെ ഒരു ഏകീകരണമാണ് ഈ വിഷയത്തിൽ. അത് സംഭവിക്കുമെന്നും ഇസ്രായേലിനെതിരെയുള്ള ഒരു തിരിച്ചടി ഉണ്ടാകുമെന്നും പ്രതീക്ഷിക്കണോ ഈ ഘട്ടത്തിൽ? രഞ്ജിത്ത്, നിലവിലുള്ള പ്രതികരണങ്ങളെല്ലാം നമുക്ക് കാണുമ്പോൾ ഇസ്രായേലിനെതിരെ ഒരു അറബ് വികാരം അത് ഒന്നിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിൻ്റെ ഒരു ആദ്യ പടിയെന്നോണമാണ് ഞായർ തിങ്കൾ ദിവസങ്ങളിൽ അറബ് ഇസ്ലാമിക് ഉച്ചകോടി നടത്താനായിട്ട് തീരുമാനിച്ചിട്ടുള്ളതും. ദോഹയിൽ ചേരുന്ന ഈ ഉച്ചകോടിയിൽ ഇസ്രായേലിന് പ്രാദേശികമായി തന്നെ ശക്തമായിട്ടുള്ള തിരിച്ചടി നൽകാനാണ് അറബ് രാജ്യങ്ങൾ ശ്രമിക്കുന്നത്. മറ്റ് അറബ് രാഷ്ട്രങ്ങൾ അവർ ഇസ്രായേലിനെതിരെ ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിക്കും എന്ന് തന്നെയാണ് ഖത്തറും പ്രതീക്ഷിക്കുന്നത്. ഖത്തർ എന്നാൽ അതേസമയം തന്നെ മറ്റ് രാജ്യങ്ങൾക്ക്, മറ്റ് അറബ് രാഷ്ട്രങ്ങൾക്ക് ഏത് തരത്തിലുള്ള നിലപാട് ഇസ്രായേലിനെതിരെ ഉയർത്തണം എന്നുള്ള കാര്യം മുൻകൂട്ടി അറിയിച്ചിട്ടില്ല. എന്നാൽ ശക്തമായിട്ടുള്ള പിന്തുണ തങ്ങൾക്ക് ഇസ്രായേൽ ആക്രമണത്തിന്മേൽ തങ്ങൾക്ക് ലഭിക്കുമെന്ന് തന്നെയാണ് ഖത്തർ പ്രതീക്ഷിക്കുന്നത്. കടുത്ത രീതിയിൽ ഇസ്രായേലിനെയും അതുപോലെ തന്നെ ബെഞ്ചമിൻ നെതന്യാഹുവിനെയും പറ്റി പറഞ്ഞുകൊണ്ട് ഖത്തർ ഇതിനോടകം തന്നെ രംഗത്ത് വന്നിട്ടുണ്ട്. ബെഞ്ചമിൻ നെതന്യാഹു യുദ്ധ കുറ്റവാളിയാണെന്നും ഭരണകൂട ഭീകരതയാണ് അദ്ദേഹം നടത്തുന്നതെന്നും തങ്ങളെ ഇസ്രായേൽ വഞ്ചിച്ചതാണെന്നും ഖത്തർ പറയുകയുണ്ടായിരുന്നു. അതുപോലെ തന്നെ കൊല്ലപ്പെട്ട 5 ഹമാസ് പ്രവർത്തകരുടെയും അതുപോലെ തന്നെ ഒരു ഖത്തറിലുള്ള ഒരു സുരക്ഷാ ഭടന്റെയും സംസ്കാര ചടങ്ങുകൾ അത് ഇന്ന് വൈകുന്നേരം നടക്കുകയുണ്ടായി. ഖത്തർ അമീർ നേരിട്ടെത്തിയാണ് ഈ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുത്തത്. അതുപോലെ തന്നെ 22 വയസ്സുള്ള ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെട്ടിരുന്നു. ഈ സുരക്ഷാ ഉദ്യോഗസ്ഥന് വേണ്ടി ഖത്തർ പ്രധാനമന്ത്രി പ്രത്യേക പ്രാർത്ഥന ഉൾപ്പെടെ നടത്തിക്കൊണ്ട് രംഗത്ത് വരികയുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ആ സംസ്കാര ചടങ്ങിൽ വരെ കാണാൻ സാധിച്ചത് അത് ഇസ്രായേലിനെതിരെയുള്ള ഒരു പൊതുവികാരമാണ്. സംബന്ധിച്ച ഒരു പ്രായോഗികതയുടെ ഒരു പ്രശ്നമുണ്ടല്ലോ. കാരണം അമേരിക്കയുടെ പിന്തുണയുള്ള രാജ്യമാണ് ഇസ്രായേൽ. സമാനമായി തന്നെ ഖത്തറും അമേരിക്കയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു രാജ്യമാണ്. അവരുടെ നേവൽ ബേസൊക്കെ അവിടെ, അമേരിക്കൻ നേവൽ ബേസൊക്കെ അവിടെ ഖത്തറിലുണ്ട്. ആ 2 രാജ്യങ്ങൾക്കിടയിൽ ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ അമേരിക്ക മൗനം പാലിക്കുന്ന പശ്ചാത്തലം കൂടി ചേർത്ത് വെക്കണം. തങ്ങൾ അറിഞ്ഞിരുന്നു എന്നൊക്കെ പറയുമ്പോൾ പോലും അവിടെയാണ് ഈ പറഞ്ഞതുപോലെ അമേരിക്കയുടെ അനുവാദമില്ലാതെ ഒരു അറ്റാക്ക് ഇസ്രായേലിലേക്ക് ഖത്തറിന് സാധ്യമല്ല, സംശയമില്ല. അതിന് അമേരിക്ക അനുവദിക്കുകയുമില്ല. അപ്പോൾ അത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എന്ത് ചെയ്യണമെന്നുള്ള പ്രശ്നമുണ്ട്. പക്ഷേ അപ്പോഴും അറബ് രാജ്യങ്ങളുടെ ഈ വിഷയത്തിലുള്ള നീരസം അവിടെ നിൽക്കുകയും ചെയ്യുന്നു. രഞ്ജിത്ത്, നമുക്കറിയാം ഇപ്പോൾ നിലവിൽ അമേരിക്ക തങ്ങൾക്ക് നേരെ വന്നിട്ടുള്ള ആരോപണങ്ങളെയൊക്കെ നിഷേധിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇത്തരത്തിൽ ഖത്തറിലേക്ക് ആക്രമണം നടത്തുന്നത് തങ്ങൾ അറിഞ്ഞിട്ടില്ല, അറിഞ്ഞിരുന്നെങ്കിൽ ഇതിന് ഒരിക്കലും അനുവദിക്കില്ലായിരുന്നു എന്നാണ് വൈറ്റ് ഹൗസ് വൃത്തങ്ങൾ ഈ ആക്രമണം നടന്ന് കുറച്ച് മണിക്കൂറുകൾക്കകം തന്നെ പുറത്തുവിട്ട വാർത്താക്കുറിപ്പിൽ ഉൾപ്പെടെ വ്യക്തമാക്കുന്ന കാര്യം. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഈ അമേരിക്കയ്ക്കെതിരെയുള്ള ആരോപണങ്ങളെ നിഷേധിച്ചിരുന്നു. അതുപോലെ ഖത്തർ അമേരിക്ക ബന്ധം അതിനെ മറ്റ് അറബ് രാഷ്ട്രങ്ങൾ ഇതിനു മുൻപ് തന്നെ വിമർശന വിധേയമാക്കി രംഗത്തെത്തിയിരുന്നു. ഇപ്പോൾ ഈ ആക്രമണം, ഇസ്രായേലിന്റെ ഈ ശക്തമായിട്ടുള്ള ആക്രമണം ഉണ്ടായതിനു ശേഷവും ഖത്തർ അമേരിക്കയെ തള്ളിപ്പറഞ്ഞിട്ടില്ല എന്നത് അനുഭവിക്കുന്ന വലിയൊരു പ്രശ്നം. അജയ്, അമേരിക്കയുമായി ബന്ധം പുലർത്തതിൽ GCC രാഷ്ട്രങ്ങൾക്ക് വലിയ വൈരാഗ്യമുണ്ടായിരുന്നു. ഇപ്പോൾ ആദ്യം ഇറാന്റെ ഭാഗത്ത് നിന്ന് ആക്രമണം ഉണ്ടാകുന്നു. ഇപ്പോൾ ഇസ്രായേൽ ഖത്തറിൽ ആക്രമണം സൃഷ്ടിക്കുന്ന പശ്ചാത്തലമുണ്ടാകുന്നു. അവിടെ ജനങ്ങളെ ബോധ്യപ്പെടുത്തുക, അറബ് രാഷ്ട്രങ്ങളുടെ വിശ്വാസം നേടുക എന്നുള്ള വലിയ പ്രതിസന്ധി കൂടി ഖത്തറിനുണ്ട് ഈ ഘട്ടത്തിൽ. അതെ, ഈ ഖത്തർ US സെക്യൂരിറ്റി ആൻഡ് ഡിഫൻസ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്ന ഒരു കരാർ അവർ അമേരിക്കയുമായി ഒപ്പുവെച്ചിരുന്നു. ഈ കരാർ പുനഃപരിശോധിക്കുമെന്ന് ഖത്തർ പറഞ്ഞതായിട്ട് ചില ഒരു അഭ്യൂഹങ്ങൾ ഇടയ്ക്ക് പ്രചരിക്കുകയുണ്ടായി. എന്നാൽ ഇന്ന് ഖത്തർ തന്നെ അത്തരം അഭ്യൂഹങ്ങളോട് പ്രതികരിച്ചുകൊണ്ട് രംഗത്തെത്തിയിരുന്നു. തങ്ങൾ ഇത്തരത്തിൽ പറഞ്ഞിട്ടില്ല, US-ഉമായിട്ടുള്ള സഹകരണം തുടരും എന്ന് തന്നെയാണ് ഖത്തർ പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിൽ അമേരിക്കയുമായി ബന്ധം പുലർത്തും, അതുമായി തന്നെ മുന്നോട്ട് എന്ന് പറയുന്ന സാഹചര്യത്തിൽ അമേരിക്കയെ ശക്തമായി
ശക്തമായിട്ട് വിമർശിക്കുന്ന GCC രാജ്യങ്ങൾ അത് എന്ത് തരത്തിലുള്ള പിന്തുണയാകും ഖത്തറിന് നൽകുക എന്നുള്ളത് നമുക്ക് നോക്കിക്കാണേണ്ട കാര്യം തന്നെയാണ്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇത് ആദ്യമായിട്ടല്ല അറബ് രാഷ്ട്രങ്ങൾ ഈ ഇസ്രായേലിൻ്റെ ഗാസയിലേക്കുള്ള ആക്രമണം തുടങ്ങിയതിന് ശേഷം ഉച്ചകോടി നടത്തുന്നത്. ഇതിന് മുൻപൊരു ഉച്ചകോടി നടത്തിയിരുന്നു. എന്നാൽ അന്ന് ഈ GCC രാജ്യങ്ങളെല്ലാം കൂടി ചേർന്ന് ഗാസയ്ക്ക് പിന്തുണ നൽകുമെന്നും ഇസ്രായേലിന് ശക്തമായിട്ടുള്ള തിരിച്ചടി നൽകുമെന്നും പലരും പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ അന്ന് ഇസ്രായേലിനെതിരെ ശക്തമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുക എന്നുള്ളതല്ലാതെ മറ്റു തരത്തിലുള്ള ഒരു നീക്കവും അറബ് രാഷ്ട്രങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ്. അപ്പോഴും ഇസ്രായേലിന്റെ മുന്നറിയിപ്പ് കൂടി പ്രധാനമാണ്. കാരണം തങ്ങൾക്ക് അവസാനിപ്പിക്കാൻ കഴിയാത്ത ഹമാസ് നേതാക്കളെ വീണ്ടും അറ്റാക്ക് ചെയ്യും, അതെവിടെയായാലും അവരെ കൊലപ്പെടുത്തുമെന്ന് പറയുകയാണ്. ഹമാസ് പറയുന്നത് ഇത് അറബ് രാജ്യങ്ങൾക്കെതിരെയുള്ള ഇസ്രായേലിൻ്റെ വെല്ലുവിളിയാണ് എന്നുള്ളതാണ്. പക്ഷേ അപ്പോഴും ഇസ്രായേൽ തങ്ങളുടെ ലക്ഷ്യവുമായി ബന്ധപ്പെട്ട് ഇന്നലെ ഒമാനിലൊക്കെ ആക്രമണം നടത്തിയല്ലോ, മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. ഇസ്രായേലിൻ്റെ കാര്യത്തിൽ വരുന്ന ഒരു വലിയ വിമർശനം എന്ന് പറയുന്നത്, ഈ ബെഞ്ചമിൻ നെതന്യാഹു അദ്ദേഹത്തിനെതിരെ രാജ്യത്ത് തന്നെ ഉയർന്നിട്ടുള്ള അഴിമതി ആരോപണങ്ങൾ, ഇതിൽ അദ്ദേഹം വിചാരണ ചെയ്യാതിരിക്കാൻ വേണ്ടി ബെഞ്ചമിൻ നെതന്യാഹു തന്നെയാണ് ഈ യുദ്ധം നീട്ടിക്കൊണ്ടു പോകുന്നത്, അതിനുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നിലവിൽ നടക്കുന്നത് എന്നുള്ള വിമർശനമാണ് ഉയരുന്നത്. ഈ ഖത്തറിൻ്റെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ഹമാസും ഇസ്രായേലും തമ്മിലുള്ള സമാധാന ചർച്ചകൾക്ക് മധ്യസ്ഥത വഹിച്ചിരുന്ന ഒരു രാഷ്ട്രമാണ് ഖത്തർ. ഇതുപോലെ ഈജിപ്തിൻ്റെയും ഒരു മധ്യസ്ഥതയിലായിരുന്നു ഈ സമാധാന ചർച്ചകൾ നടന്നിരുന്നത്. ഈ ഒരു സമാധാന ചർച്ചകൾക്ക് വേണ്ടിയിട്ടാണ് ഹമാസിൻ്റെ 5 പ്രവർത്തകർ അത് ഖത്തറിലേക്ക് എത്തിയത്. ഇവിടേക്കാണ് ഇസ്രായേൽ ഇത്തരത്തിലൊരു ആക്രമണം നടത്തിയിട്ടുള്ളത്. ഇതിനെ അപലപിച്ചുകൊണ്ട് ഹമാസ് രംഗത്ത് വന്നപ്പോൾ ഹമാസ് തന്നെ ഇപ്പോൾ നിലവിൽ പറഞ്ഞിട്ടുണ്ട്, സമാധാന ശ്രമങ്ങളെ തകർക്കുന്ന നിലപാടാണ് ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നതെന്ന് ഹമാസ് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഖത്തറും പറഞ്ഞിട്ടുണ്ട്, സമാധാന ശ്രമങ്ങൾക്ക് നേരെയുള്ള ആക്രമണമാണ് ഇസ്രായേൽ നടത്തിയത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഹമാസ് പറഞ്ഞ മറ്റൊരു കാര്യം രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് GCC രാജ്യങ്ങൾക്കെതിരെയുള്ള യുദ്ധപ്രഖ്യാപനമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. UAEയുടെ അഭിപ്രായവും ഇതിനോട് കൂട്ടി വായിക്കേണ്ടതാണ്. UAE ഈ ആക്രമണം നടന്ന കുറച്ച് മണിക്കൂറുകൾക്കകം തന്നെ പറഞ്ഞിട്ടുള്ളത്, ഖത്തറിൽ നടന്നിട്ടുള്ള ആക്രമണം അത് മൊത്തത്തിലുള്ള ഗൾഫ് രാഷ്ട്രങ്ങളുടെ സുരക്ഷയ്ക്ക് നേരെയുള്ള ഭീഷണിയാണ്, മൊത്തത്തിൽ ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെയുള്ള കത്തിവയ്പ്പാണെന്ന് UAE ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട്. ഇത്തരത്തിൽ ഗൾഫ് രാജ്യങ്ങളെല്ലാം സംയുക്തമായി ഒരു നിലപാടെടുക്കുന്ന സാഹചര്യമാണ്. മാത്രമല്ല പാകിസ്ഥാൻ പ്രധാനമന്ത്രി അദ്ദേഹം നേരിട്ട് ഖത്തറിലെത്തി തന്റെ അനുശോചനം രേഖപ്പെടുത്തുന്ന ഒരു കാഴ്ചയെ നമുക്ക് കാണാൻ സാധിച്ചു. ഒരുപാട് രാഷ്ട്രീയ അനിശ്ചിതത്വങ്ങൾക്ക് നടപടികൾക്ക് വേദിയാകുന്ന പശ്ചാത്തലം കൂടി. അജയ് സുധാ ബിജുവാണ് വിവരങ്ങൾ പങ്കുവച്ചത്. അവിടെ സാക്ഷ്യം വഹിക്കുന്നുണ്ട് മിഡിൽ ഈസ്റ്റ് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ എന്താകും തിരിച്ചടി എന്നത് കാത്തിരുന്ന് കാണേണ്ടി വരും. നേപ്പാൾ